ഒരു ബ്രാൻഡ് ഒരു റൂമിനകത്തേക്ക് നടന്നു വരികയാണ്. ആ ബ്രാൻഡ് എന്തായിരിക്കും വെയർ ചെയ്തിട്ടുണ്ടാവുക? ആ ബ്രാൻഡ് എങ്ങനെയായിരിക്കും ആൾക്കാരോട് സംസാരിക്കുന്നുണ്ടാവുക? എങ്ങനെയായിരിക്കും ആൾക്കാരോട് പെരുമാറുന്നുണ്ടാവുക? വെൽക്കം ടു എപ്പിസോഡ് 12 ഓഫ് 45 ഡേയ്സ് ഡീകോഡിംഗ് ബ്രാൻഡിംഗ് സീരീസ്. നമ്മളൊരു ബ്രാൻഡിന് ഹ്യൂമൻ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് കൊടുക്കുന്നതാണ് ബ്രാൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബ്രാൻഡിനെ ഒരു സ്പെക്ട്രത്തിൽ വെക്കാം. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റി ട്രെയ്റ്റ് പെയേഴ്സ് ആയിരിക്കും. നമ്മൾ സ്പെക്ട്രത്തിൽ മാർക്ക് ചെയ്യുക, ഒരു ഡോട്ട് ഇട്ടിട്ട് ഏകദേശം എവിടെയായിരിക്കും ഈ ബ്രാൻഡ് വരിക എന്നുള്ളത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം, സ്വിഗ്ഗി ആൻഡ് സൊമാറ്റോ. സ്വിഗ്ഗി ആണെങ്കിൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള, അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു എവറിഡേ ഫ്രണ്ട് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അവരെല്ലായിടത്തും മാർക്കറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ സൊമാറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇൻ്റർനെറ്റ് ഡ്രിവൺ ആയിട്ടുള്ള, ബോൾഡ്, ലൗഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡായിട്ടാണ് ഫീൽ ചെയ്യുക. പലപ്പോഴും അവരുടെ വിറ്റി ആയിട്ടുള്ള, സർക്കാസ്റ്റിക് ആയിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ ഇൻ്റർനെറ്റിൽ പല സ്ഥലങ്ങളിലും കാണാറുള്ളതാണ്. സെയിം ആയിട്ടുള്ള സർവീസ് ആണെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ള വിഷ്വൽ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലും പേഴ്സണാലിറ്റീസുമാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ളത്. നിങ്ങളൊരു ബ്രാൻഡ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് 5 അഡ്ജക്റ്റീവ്സ് ഈ ബ്രാൻഡിനെ പറ്റി നിങ്ങളൊന്ന് എഴുതി നോക്കുക. ശേഷം നിങ്ങൾ ചെയ്യുന്ന ഡിസൈൻ ഇതുമായിട്ട് മാച്ചിങ് ആണോ എന്ന് ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.